വിനീത് കുമാറിൻ്റെ സംവിധാനത്തിൽ ജനപ്രിയ നായകൻ ദിലീപ് പ്രധാന കഥാപാത്രത്തിലെത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പവി കെയർടേക്കർ. അതിന് തന്നെ പവി കെയർടേക്കർ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അത് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഹൈപ്പിലൊന്നും വന്നൊരു സിനിമ ആയിരുന്നില്ല ഈ സിനിമ. ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടതും. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്താ പറയുക, ഒരു ദിലീപ് സിനിമയിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഫുള്ളായിട്ട് ഈ സിനിമയിൽ തന്നിട്ടുണ്ട്. വളരെ നല്ലൊരു കാസ്റ്റിങ്ങും അതുപോലെ തന്നെ വളരെ നല്ല ഹ്യൂമേഴ്സും ഉള്ളൊരു സിനിമയാണ്. എന്നാൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമയിലെ സെൻറ്റിമെൻറ്റ് സീൻസ് ആയാലും ഹ്യൂമർ ആയിക്കോട്ടെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഇപ്പോഴത്തെ യൂത്തിന് പിടിക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ ഫാമിലി ഓഡിയൻസിന് തീർച്ചയായിട്ടും പിടിക്കുന്ന എന്താ പറയുക പൊട്ടി ചിരിക്കാവുന്ന ദിലീപിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹ്യൂമർ കാര്യങ്ങളുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ അകത്ത് വരുന്ന സെൻറ്റിമെൻറ്റ്സ് അത് കണക്റ്റ് ആവുന്നുണ്ട്. അത് എടുത്ത് തന്നെ പറയേണ്ടി വരും. അത് ദിലീപിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഹ്യൂമറിലായാലും സെൻറ്റിമെൻറ്റ്സിലായാലും അദ്ദേഹത്തിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം പടം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പടത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നോക്കുകയാണെങ്കിൽ പവി കെയർടേക്കർ, കൊച്ചിയിലൊരു ആഡംബര ഫ്ലാറ്റിൻ്റെ ഒരു കെയർടേക്കറായിട്ട് ദിലീപ് വരുന്നു. പവിത്ര എന്ന കഥാപാത്രത്തിൻ്റെ പേര്. പ്രാരാബ്ദങ്ങളുണ്ട്. ആൻഡ് തൻ്റെ ജീവിതത്തിലേക്ക് പിന്നെ എന്തൊക്കെ നടക്കുന്നു എന്ന ബേസാണ് സിനിമ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഈ സിനിമ കാണാൻ നേരത്ത് ബോഡി ഗാർഡ് എന്ന സിനിമയുടെ ആ ഒരു ഓവർ ഷാഡോ ആയി കുറച്ച് അധികമായിട്ട് വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ബോഡി ഗാർഡ് 2 എന്ന് പേരിട്ടാൽ പോലും തെറ്റില്ലാന്ന് തോന്നുന്നു. ഒരു ബോഡി ഗാർഡിൻ്റെ 2.0 വേർഷൻ കണ്ട പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. പക്ഷേ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താ പറയുക, നമ്മൾ പണ്ട് കേട്ട് മറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് വെച്ച് അത് കുറച്ച് ഫ്രഷായിട്ട് ഫീൽ ചെയ്തു. പടത്തിൽ കാണിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് ഫ്രഷായിട്ട് ഫീൽ ചെയ്തു. സിനിമയ്ക്കകത്ത് ഒരു മരപ്പെട്ടിയായിട്ട് വരുന്ന ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സീക്വൻസ് വരുന്നുണ്ട്. വളരെ നന്നായിട്ട് VFX ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, പക്ഷേ ഇതൊരു ചെറിയ ബഡ്ജറ്റാണെന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഒരു സീനിൻ്റെ അകത്ത് ഒരു 10 മിനിറ്റ് വരുന്ന സീനിൽ ഒരു മരപ്പെട്ടിയുടെ VFX വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീനൊക്കെ ഒരുപാട് കോമഡി, ഒരുപാട് പൊട്ടി ചിരിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ദിലീപിന് മാത്രം വരുന്ന കുറച്ച് ലാപ്സ്റ്റിക് കോമഡി എന്ന് പറയും, അത് നന്നായിട്ട് വർക്കൗട്ടായ സിനിമയാണ്. മിക്കയിടത്തും കൗണ്ടേഴ്സ് എന്താ പറയുക ആ ഒരു ജോക്സ് എല്ലാം തന്നെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ് സീനിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വിഷമം നമുക്ക് നന്നായിട്ട് കൺവേ ആവാൻ എന്താ പറയുക നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സംഭവമാണ് എന്നൊന്നുമില്ല, ഭയങ്കര മോശമാണ് എന്നൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ദിലീപ് സിനിമയെന്നും പ്രേക്ഷകൻ എന്താണോ വേണ്ടത് അത് ഈ സിനിമ തരുന്നുണ്ട്. വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സിനിമയ്ക്കകത്തൊരു പട്ടി വരുന്നുണ്ട്, ബ്രോ എന്ന് പേരുള്ള പട്ടി വരുന്നുണ്ട്. സോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. സിനിമയുടെ സിനിമോട്ടോഗ്രാഫി, മ്യൂസിക്, പടത്തിൻ്റെ VFX, ക്രൂ ഒക്കെ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ മ്യൂസിക് നന്നായിട്ട് കേട്ടോണ്ടിരിക്കാൻ കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക നല്ലൊരു എന്താ പറയുക ഒരു നൈസ് ഫീലിംഗ് കിട്ടുന്നുണ്ട് സിനിമയ്ക്ക് മൊത്തമായിട്ട്. സോ ഫാമിലി ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. നേരെ ഒരു ദിലീപ് സിനിമയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കാവുന്നത് അതെല്ലാം തന്നെ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാൻ. അതുവരെയും ബൈ.